മനസ്സിൽ വരുന്നൊരു ചിത്രം സിസ്റ്റർ റാണിമരിയയുടെ സഹോദരി എടുത്ത നിലപാടാണ്. റാണിമരിയെ കൊന്ന ആ മനുഷ്യൻ പൂജപ്പുര സെൻട്രൽ ജയിലിൽ അടയ്ക്കപ്പെട്ട സമയം. ഈ മനുഷ്യനെ കാണാൻ റാണിമരിയയുടെ സഹോദരി മറ്റൊരു സമർപ്പിത ഒരു സിസ്റ്റർ പൂജപ്പുരയിലെത്തി. അന്ന് ഉത്തരേന്ത്യയിലെ പ്രബലമായ ഒരു ഉത്സവ ദിനമാണ് രാഖി ദിനം. രാഖി ഒരർത്ഥത്തിൽ സ്വന്തം സഹോദരൻ്റെ കൈത്തണ്ടയിൽ ചരട് കെട്ടുന്നൊരു അനുഷ്ഠാനം കൂടി അതിനകത്ത് ഉൾപ്പെടുന്നു. സ്വന്തം സഹോദരിയെ കൊന്ന കൊലയാളിയുടെ കയ്യിൽ ഈ രാഖിയുടെ ചരട് കെട്ടിക്കൊണ്ട് ആ സഹോദരി പറഞ്ഞത്, നിന്നെ ഞാൻ എൻ്റെ സഹോദരനായി സൂക്ഷിക്കുന്നു, കരുതുന്നു. ഇതാ മനുഷ്യനിൽ ഉണ്ടാക്കിയ മാനസാന്തരം നമുക്കറിയാം. റാണിമരിയയുടെ മാതാപിതാക്കളെ കാണാൻ വീട്ടിലേക്ക് പോയി. ആ വീട്ടിൽ റാണിമരിയ സിസ്റ്ററിൻ്റെ അമ്മ അയാളെ സ്വീകരിച്ച് സദ്യ ഒരുക്കി നാട്ടുകാരെ വിളിച്ച് ഒരർത്ഥത്തിൽ ക്ഷമിച്ചു എന്ന് പരസ്യമായി ലോകത്തോട് പറയാൻ സാധിച്ചു. ഒപ്പം മറ്റൊരു സംഭവം കൂടി ഓർക്കണം. ഗ്രഹാം സ്റ്റെയിൻ എന്ന വിദേശ മിഷണറിയുടെ കൊലപാതകിയോട് ജീവിത പങ്കാളിയായ ഭാര്യ പറഞ്ഞത് ഇപ്രകാരമാണ്, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. യേശുവിൻ്റെ ക്ഷമയുടെ അടയാളമാണ് നാം ഓരോരുത്തരും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ നൊയമ്പുകാലം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ മറ്റുള്ളവർ ചെയ്ത തെറ്റുകൾ ക്ഷമിക്കാൻ വേണ്ട അനുഗ്രഹം നമുക്ക് തേടാം. മിശിഹായിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ നൊയമ്പുകാലത്തിലെ ചിന്തകൾ നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കുന്നത്. ഈ ചിന്തകൾ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്വാധീനത്തിന് വിധേയമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.